ആ കുടിശ്ശിക എത്ര നാളത്തെ കുടിശ്ശികയാണ്? 3 മാസത്തെ കുടിശ്ശികയാണ് വന്നതിൻ്റെ രേഖ എൻ്റെ കയ്യിലുണ്ട്. അതായത് 2016 മറ്റത് നിങ്ങൾ ചോദിച്ച ചോദ്യം ക്യാപ്സ്യൂളാണ്. CPM ക്യാപ്സ്യൂളാണ്. 18 മാസത്തെ കുടിശ്ശിക ഉമ്മൻചാണ്ടിയുടെ കാലത്തുണ്ടായിരുന്നു. ഞാൻ വെല്ലുവിളിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെയും ധനകാര്യമന്ത്രി KN ബാലഗോപാലെയും പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഞാൻ വെല്ലുവിളിക്കുന്നു. അങ്ങനെ ഒരു കുടിശ്ശിക ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉണ്ടായിട്ടില്ല. ആകെ 3 മാസത്തെ കുടിശ്ശികയാണ്. അത് തോമസ് ഐസക്ക് നിയമസഭയിൽ ഞങ്ങൾക്ക് തന്ന ഉത്തരവുണ്ട്. അത് ഈ മാറ്റാൻ വേണ്ടിയിട്ട് അക്കൗണ്ട് മാറ്റാൻ വേണ്ടിയിട്ട് എടുത്ത താമസമാണ്. ആ പൈസയും കൊടുത്തിട്ടുണ്ട്. ഒരു കുടിശ്ശികയില്ല. അത് തോമസ് ഐസക്ക് തന്നെ 2016 ധനകാര്യമന്ത്രിയായപ്പോൾ പ്രഖ്യാപിച്ചത്. പാവ CPM കാർക്ക് ഒരു ക്യാപ്സ്യൂള് കൊടുത്തിട്ടുണ്ട്. 18 മാസക്കാലം മുടങ്ങിയെന്ന് വെല്ലുവിളിക്കുന്നു തെളിയിക്കാൻ. 18 മാസം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് മുടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ വെല്ലുവിളിക്കുന്നു. ഇല്ലെന്ന് രേഖകളുണ്ട്. രേഖകൾ ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞിട്ടില്ലാണ്. അതുകൊണ്ട് ഞാൻ പറയാം മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ഞാൻ വെല്ലുവിളിക്കാന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. ധൈര്യം ഉണ്ടെങ്കിൽ തെളിയിക്കുക, പച്ചക്കള്ളം പ്രചരിപ്പിക്കാതെ. വല്ല CPM കാർ ക്യാപ്സ്യൂളും നിങ്ങൾ കൈരളിക്കാരും ഒക്കെ പറയും, അല്ലാതെ വേറെ ആരും പറയില്ല. ആര്? ആ അല്ലല്ല, എഴുതി ചേർത്തത് ഇപ്പോഴാണ് നടപ്പാക്കുന്നത്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 2500 രൂപ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആക്കി വർദ്ധിപ്പിക്കുമെന്ന് പറ. 1600 രൂപയെന്ന്. 4.5 കൊല്ലം ഒന്നും ചെയ്തില്ല. എലക്ഷൻ പ്രഖ്യാപിക്കാൻ ഒരാഴ്ച മാത്രം ബാക്കിയുള്ളപ്പോൾ 400 രൂപ കൂട്ടി. അങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. ഇതെല്ലാം 10/7/2024 300 സ്റ്റേറ്റ്മെൻ്റ് അടക്കം നിയമസഭയിൽ പ്രഖ്യാപിച്ചതാണ്. ആണല്ലോ? അല്ല, കഴിഞ്ഞ 15 മാസം മുമ്പ് പ്രഖ്യാപിച്ചാണ്. ഇത് 10ാം മാസമല്ലേ ഈ വർഷത്തെ? കഴിഞ്ഞ വർഷത്തെ 7ാം മാസം. അപ്പോൾ 12, 3, 15 മാസം മുമ്പ് പ്രഖ്യാപിച്ചാണ് നിയമസഭയിൽ. നടപ്പാക്കിയില്ലല്ലോ. ഇപ്പം തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ അല്ലേ നടപ്പാക്കുന്നത്. അപ്പോൾ ഇപ്പം ഞങ്ങൾ പ്രഖ്യാപിക്കും തെരഞ്ഞെടുപ്പിന് മുമ്പ്. ഞങ്ങൾ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങളത് ആദ്യത്തെ ബഡ്ജറ്റിൽ തന്നെ ഞങ്ങൾ നടപ്പാക്കും. ഞാനിപ്പോൾ കണക്ക് പറയുന്നില്ല, കാരണം ഞങ്ങളത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. ഞങ്ങൾ പ്രഖ്യാപിക്കും UDF. അത് സമയബന്ധിതമായിട്ട് ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ ഇത് പ്രഖ്യാപിക്കും. ബജറ്റിൽ തന്നെ, ആദ്യത്തെ ബജറ്റിൽ തന്നെ, ഫസ്റ്റ് ബജറ്റിൽ പ്രഖ്യാപിക്കും. ഞങ്ങൾ പറയണം. ഇവർ ഫസ്റ്റ് ബജറ്റിൽ പ്രഖ്യാപിച്ചില്ലല്ലോ, 2ലും 3ലും 4ലും പ്രഖ്യാപിച്ചില്ലല്ലോ. എന്നിട്ട് ഇപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ പോണതിൻ്റെ തലാഴ്ച അത് ആരെ പറ്റിക്കാനാണ്? എവിടുന്നാണ് ഫണ്ട് വന്നു തുടങ്ങിയിരിക്കുന്നത്? ഇപ്പോൾ എവിടുന്നാണ് ഫണ്ട് വന്നു തുടങ്ങിയിരിക്കുന്നത്? ഇപ്പോൾ ഭയങ്കരമായ സാമ്പത്തിക പ്രതിസന്ധി ആയതുകൊണ്ടാണ് PM ശ്രീയിൽ ഒപ്പുവെച്ചതെന്നാണല്ലോ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. കേരളം കടക്കണിയിലേക്ക് പോവാണ്, വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ്, അതുകൊണ്ടാണ് PM ശ്രീയിൽ ഒപ്പുവെച്ചതെന്ന് പറഞ്ഞ ആളുകൾക്ക് ഇപ്പോൾ എവിടെന്നാണ് പൈസ വന്നത്? ഒരു പൈസയും വരുന്നില്ല. അതിന് വരാനിരിക്കുന്ന സർക്കാരിൻ്റെ തലയിൽ ഇരുന്നോട്ട് എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. ഇനി കൂടി വന്ന 2-3 മാസം കൊടുത്താൽ മതിയല്ലോ. ഇത് ചെയ്താൽ മതിയെന്ന്. ബാക്കി വരാനിരിക്കുന്ന സർക്കാരിൻ്റെ തലയിലോട്ട് ഇരുന്നോട്ട് എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത്. അതല്ലേ ഇത്? ഉറപ്പായിട്ടും ഞങ്ങൾ നേരത്തെ തുടങ്ങിയതാണ്. ഞങ്ങളതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി. ഞങ്ങൾ നന്നായി വോട്ടർ പട്ടികയിൽ പേര് ചേർത്തു. കേരളത്തിൽ എല്ലായിടത്തും വാർഡ് കമ്മിറ്റികളും ഡിവിഷൻ കമ്മിറ്റികളും ഉണ്ടാക്കി. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ സ്റ്റണ്ട് എന്ന നിലയ്ക്കാണ് പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം ഉയരുന്നത്.